ഹലോ ഗൈസ്, അപ്പം എന്താ പറയാ, കുറെ വൈറൽ പ്രോഡക്ട്സുകൾ എനിക്ക് ഒരുപാട് പേര് എന്താ പറയാ കമന്റ് ബോക്സിലും അല്ലാതെ നമ്മൾ ഇൻസ്റ്റയൊക്കെ തുറക്കുമ്പോൾ ഇഷ്ടംപോലെ വൈറൽ പ്രോഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ശരിക്കും വർത്താണോ അല്ലയോ എന്നുള്ളത് ഞാൻ കുറച്ചധികം അത്യാവശ്യം ചൂസ് ചെയ്ത് തന്നെ നോക്കി തന്നെ മേടിച്ചിട്ടുള്ള റാൻഡം ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്നാലും വർത്താണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം, ആർക്കൊക്കെ യൂസ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ്. അപ്പൊ ഫസ്റ്റ് സാധനം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളായിരുന്നു ഈ ഒരു വിഷ് കെയറിന്റെ സെറമൈഡ് ലിപ് ബാം. എങ്ങനെയുണ്ട് സംഭവം? പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യോ? നല്ലതാണോ അതോ സ്കാം ആണ്? കാരണം നമുക്ക് ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വീഡിയോയിലുള്ളതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്നൊരു ലേബിൾ നിങ്ങൾക്ക് അതിന്റെ സൈഡിൽ കാണാൻ പറ്റും. അല്ലാതെ ഞാൻ പെയ്ഡ് പ്രൊമോഷന്റെ വീഡിയോ ഇട്ടില്ല. സോ ഡോണ്ട് വറി. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഒന്ന് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കോജിക് ആസിഡും നയാസിനമൈഡും ഉണ്ട്. നമ്മുടെ നല്ല രീതിയിൽ ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ടിൻഡ് ഒന്നും ഇല്ലാത്ത ജസ്റ്റ് നോർമൽ ലിപ് ബാം പോലെ ഇത് ചെറിയൊരു ടിൻഡ് വരുന്നതാണ്. പിന്നെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ SPF 15 PA3+ ഉണ്ട്. കാരണം നമുക്ക് ഈ വെയിലത്തിറങ്ങുമ്പോഴേക്കും നമ്മൾ വെയിലടിക്കുമ്പോഴേക്കും ചുണ്ടിനും നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വരാനുള്ള ഒരു വലിയ റീസൺ അതാണ്. അപ്പോൾ SPF ഉള്ള, അതായത് നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഇടുന്ന പോലെ ചുണ്ടിനും സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ്. SPF 50 ഉള്ള ലിപ് ബാം ഡെഫിനറ്റ്ലി നല്ലതാണ്. സോ ഇത് ട്രൈ ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ഒരുപാട് പേരുന്നല്ല, ഒരാൾ എന്നോട് കമന്റ് ബോക്സിൽ പറഞ്ഞു, നിങ്ങൾ എന്താ അർത്ഥത്തിലാണ് പറയുന്നത് വാസ്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ചുണ്ട് കറക്കും എന്നുള്ളത്, പകലിട്ട് കഴിഞ്ഞാൽ ചുണ്ട് കറക്കും എന്നുള്ളത് അതിനൊരു അർത്ഥവും ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ വാസ്ലൈൻ ഇടുന്നതിന്റെ പിന്നിലുള്ളൊരു സയൻസ് ഞാൻ പറയാം. അപ്പോൾ ബാക്കി ഒരു അഥവാ കമന്റ് ബോക്സിന്റെ ബാക്കി എല്ലാവരും പറയുന്ന അവർക്ക് ഇതേ ഇഷ്യൂ വന്നു എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞാൻ പറയും. കാരണം വാസ്ലിനകത്തുള്ളത് പെട്രോളിയം ജെല്ലിയാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മളെ UV റേസിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് കാരണമാണ് നമുക്ക് സൺബേൺ ഉണ്ടാവാനും പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഹൈ ആക്കുന്നു. വാസ്ലിൻ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വാസ്ലിൻ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്, നല്ല നറിഷിംഗ് ആണ്. പക്ഷെ ഡെഫിനറ്റ്ലി നോട്ട് ഇൻ ദ ഡേ ടൈം. സോ വാസ്ലിൻ ഉള്ളവർ നിങ്ങൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഈ സാധനം എന്താ പറയാ SPF ഉണ്ട്. സോ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഈ സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ആണ്, ഒരു നോർമൽ ഷെയ്ഡ് വരുന്നതാണ്. ഇത് ഒരു ടിൻഡഡ് വരുന്നതാണ്. നമുക്ക് സാധാരണ SPF ഉള്ള ടിൻഡഡ് ലിപ് ബാം ഭയങ്കര കുറവാണ്. അതുപോലെ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന ടിൻഡഡ് ലിപ് ബാം അങ്ങനെ ഇല്ല. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നില്ല, എന്നാലും നമ്മൾ ലിപ്പിലിടുമ്പോൾ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിന്റെ മണ്ടയില ഞാൻ ഗ്ലോസ് ഇട്ടിരുന്നത്. ആ ഒരു ടിന്ന നിങ്ങൾ കാണുന്നത് കണ്ടോ? ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്ന സംഭവം. ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാണ് റേറ്റ് ഒക്കെ എത്രയാണെന്നുള്ളത്. ഈ സംഭവം നിങ്ങൾ നല്ലതാണ്. പിന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് വിചാരിക്കും. അത് ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ കുറയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടേക്സ് നല്ല ടൈം. പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഉണ്ടാവും, ചിലർക്ക് മിനിമം ഏത് പ്രോഡക്റ്റാണ് മിനിമം ഒരു 3 to 4 months കൺസിസ്റ്റന്റ് ആയിട്ടുള്ള യൂസേജിലേ നമുക്ക് ഒരു ഫെയർ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ അത് ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റിൽ നിന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എടുക്കും. സോ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് യെസ്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ലിപ് ബാം ആണ്. ഇതും ഒരു ഇവിടെ കണ്ട് ഉരുണ്ട് പോയത്. ഇതെന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിന് ബ്രൈറ്റനിങ് ലിപ് ബാം ആണ്. വിറ്റമിൻ C ഒക്കെ ഉള്ള സംഭവമാണ്. ഈ സാധനം എന്താ പറയാ, ഇതും പിഗ്മെന്റേഷൻ കുറയ്ക്കും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ കുറയ്ക്കും, ഇത്തിരി പെട്ടെന്ന്, മറ്റതിനേക്കാൾ ഇത്തിരി പെട്ടെന്ന്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് പറയുമ്പോൾ സീ ദ ടെക്സ്ചർ കണ്ടോ? ഇതിന്റെ ഒരു ടെക്സ്ചർ കണ്ടോ? ഒരു ലൈക്ക് നമുക്ക് അത്ര ചുണ്ടിലിടാൻ അത്ര ഒരു സുഖം തോന്നില്ല. കാരണം ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ട്. നമുക്ക് നൈറ്റ് ടൈമിലിടാൻ ഇത് സൂപ്പറാണ്. നൈറ്റ് ടൈമിൽ നമ്മൾ ആരും കാണുന്നൊന്നുമില്ല. നമ്മൾ ഇടുമ്പോഴേക്കൊരു വെള്ള എന്തോ അടിച്ച പോലെ ഒരു തോന്നല്ലേ. ഇതിനകത്ത് കയ്യിലിടുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് കാരണം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ? ഇതുപോലത്തെ ഒരു വെള്ള സാധനം നമ്മൾ ചുണ്ടിലിടുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്തെറിയും. അതുകൊണ്ട് പകൽ യൂസ് ചെയ്യാൻ അത്ര നല്ലതല്ല. പക്ഷെ നൈറ്റ് ടൈമിൽ നല്ലതാണ്. അതുപോലെ പിഗ്മെന്റേഷനും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സംഭവം കുഴപ്പമില്ല. തീരെ തിക്കാണ്. ചെറിയൊരു തരി പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ചെറുതായിട്ടുണ്ട്. പിന്നെ അത് എന്താ പറയാ, ഒരു സ്റ്റിക്കിനേക്കാൾ ഒരു ക്രീമി പരുവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നമല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാം. പകലിടണ്ട, ബട്ട് ഡേ ടൈം ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അണ്ടർ ആം റോൾ ഓൺ ആണ്.
ഇത് വിഷ് കെയറിന്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്. ഒരുപാട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ. നമുക്ക് പെമ്പിളർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അണ്ടർ ആം പിഗ്മെന്റേഷനും അണ്ടർ ആം ഓർഡറുമാണ്. അപ്പൊ നമ്മൾ ഈ വിയർത്തൊക്കെ ഇരിക്കുമ്പോൾ ആക്കടെ ഭയങ്കര മുഷിഞ്ഞൊരു സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ, അറിയാമല്ലോ. അപ്പം ഈ സാധനം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന തുടങ്ങിയിട്ട് എത്രയായി, രണ്ടാഴ്ച എങ്ങാണ്ടായി. ഈ സാധനം ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി, ഞാൻ ആദ്യം തന്നെ പറയാം. കാരണം ഇതിനകത്ത് ഇത് സയന്റിഫിക്കലി വർക്ക് ആവും. കാരണം ഇതിനകത്ത് 5% AHA, 3% കോജിക് ആസിഡും ഹൈലറോണിക് ആസിഡും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ സീക്ക ഒക്കെ ഉണ്ട്. അണ്ടർ ആം ലൈറ്റ്നിങ് ആൻഡ് ഓർഡർ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു സീറമാണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റോൾ ഓൺ പോലെയാണ്. നല്ല രീതിയിൽ നമ്മൾ രാവിലെ കുളിച്ചിട്ടൊക്കെ അണ്ടർ ആമിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു നൈറ്റ് ആയാലും നമുക്ക് വിയർത്ത് പണ്ടാരടങ്ങിയാൽ പോലും ഒരു എന്താ പറയാ ഓർഡർ ഒന്നുമില്ല, നമുക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല. അതുപോലെ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 ആഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു സ്ലൈറ്റ് ഡിഫറൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുക, ദാറ്റ് ഇസ് ദ കീ. വാട്ട് എവർ പ്രോഡക്റ്റ് അതാണ് സംഭവം. അപ്പൊ ദിസ് വർത്ത് യുവർ മണി. ഇതിന്റെ റേറ്റ് ഞാൻ എന്തായാലും കൊടുത്തേക്കാം, കാരണം ഇതിന്റെ ഒന്നും പാക്കേജിംഗിൽ റേറ്റ് കാണുന്നില്ല, ബോക്സിനകത്ത് മാത്രമായിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി ഒരുപാട് പേര് ചോദിച്ചൊരു സംഭവം ഈ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം. ഇതെന്ന് പറയുന്നത് മറ്റേ ആക്സസ് വൈഡ് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറാണ്. ഭയങ്കര വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ റേറ്റും നമ്മുടെ കഞ്ഞികൂടി മുട്ടിക്കാനുള്ള റേറ്റാണ്. കാരണം എത്ര 2000 സംതിങ് ആയിരുന്നു ഇത്, 2900 ആ ഒരു റേഞ്ച് അടുപ്പിച്ചായിരുന്നു ഇത്. അപ്പം എനിക്ക് തോന്നുന്നു 1900 2000 അടുപ്പിച്ചുണ്ട് ആമസോണിൽ. ഇതെന്ന് പറയാൻ ബേസിക്കലി ഒരു നയാസിനമൈഡ് സിറമാണ്. നമ്മൾ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ട് കറക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സംഭവം എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്ക് ചെയ്യില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്തു, പക്ഷെ നല്ല ടൈം എടുത്തു, കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചു. അതുപോലെ നല്ല രീതിയിൽ സൺസ്ക്രീനും എല്ലാം ഉപയോഗിച്ചിട്ട് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. നമ്മളിതിപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. ബട്ട് ഇത് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല. അതിപ്പോൾ ഇത് നല്ല വാട്ട് എവർ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ എന്തുകൊണ്ടാണ് പറയുന്നത്, ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നേനെ, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ പോലെ ഇത്രയും കമ്പനീസ് ഇത്രയും പ്രോഡക്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് 3 to 4 monthsോളം കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വെദർ ദ പ്രോഡക്റ്റ് ഇസ് വർത്ത് യുവർ മണി എന്നുള്ള സംഭവം. അതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സ്കിപ്പ് ചെയ്യണം, വേറെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പൈസ പോവും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ഇങ്ങനെ ട്രൈ ചെയ്യാൻ നിൽക്കരുത്. നമ്മളിപ്പം എന്തുവാണെന്നുണ്ടെങ്കിലും ഇവൻ മരുന്നുകളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെയാണ് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ. നമ്മൾ ട്രൈ ചെയ്ത് നമുക്കല്ലാതെ ഗണിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഏതാണ് നമുക്ക് ചേരുന്നത് ഏതാ ചേരത്തില്ല എന്നുള്ളത്. നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ആ സ്കിൻ കൺസേൺ ഉണ്ടോ, നമുക്ക് ആവശ്യമുണ്ടോ, എല്ലാം പക്കയാണ്, ദെൻ ട്രൈ ഇറ്റ് ഔട്ട്. വെയിറ്റ് ഫോർ സം ടൈം. നല്ല രീതിയിൽ പേഷ്യൻസ് വേണം. ഇത്രയും ടൈം പീരീഡ് എടുക്കും. എന്നിട്ട് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത്രയും പൈസ ഞാൻ ചെലവാക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ റാദർ ഒരു നയാസിനമൈഡ് സിറവും സാധാ ഒരു നയാസിനമൈഡ് സിറം, നമ്മൾ പ്ലമ്മിന്റെ നയാസിനമൈഡ് സിറം ഉണ്ട്, ഓർഡിനറിയുടെ നയാസിനമൈഡ് സിറം ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറിയൽ പാരസിന്റെ ഒരു ഡാർക്ക് സ്പോട്ട് സംഭവം ഗ്ലൈക്കോളിക് ആസിഡ് ബ്രൈറ്റ് നൈറ്റ് ക്രീം, ഇതിനെക്കാളും പെട്ടെന്ന് റിസൾട്ട് അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ചീപ്പ് ഓൾട്ടർനേറ്റീവ് ദിസ് ആൻഡ് നയാസിനമൈഡ് സിറം. അപ്പം ഇത് ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് നയാസിനമൈഡ് സിറം, ബട്ട് കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യുന്നില്ല. ചാൻസ് ഭയങ്കര ഹൈ ആണ് നിങ്ങളുടെ പൈസ പോകാനുള്ളത്. സോ നോ, ഇത് അപ്പം മറ്റേത് ട്രൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്ഷന്റെ വൈറ്റമിൻ സി സീറം. ഇത് ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ടായിരുന്നു, ഈ ഒരു വൈറ്റമിൻ സി സീറം. ഇതെന്ന് പറയുന്നത് 10% വരുന്നതാണ്. ഈ സംഭവം നമ്മൾ ബെറ്റാഡിൻ ടെസ്റ്റ് നോക്കി നമ്മൾ വൈറ്റമിൻ സി സീറം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, ബെറ്റാഡിൻ ഒഴിക്കുക, നല്ല രീതിയിൽ കലക്കുക, എന്നിട്ട് അത്യാവശ്യം ജനറസ് എമൗണ്ട് ഇത് പമ്പ് ചെയ്തിട്ട് കലക്കി നോക്കുക. വെള്ളം ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ യുവർ വൈറ്റമിൻ സി ഇസ് ഗുഡ് ടു ഗോ. ഈ സാധനം ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി. കാരണം ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് വൈറ്റമിൻ സീസ് ഞാൻ എവർ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നു, അന്ന് വലിയ ഇഷ്യൂ അല്ല എന്നാലും ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. വെയിറ്റ് കണ്ടോ, വെള്ളം പോലെ ഇരിക്കും. അപ്പം ലിറ്ററൽ വെള്ളം പോലെ ഇരിക്കുന്ന കൺസിസ്റ്റൻസിയാണ്. ആ ഒരു പ്രശ്നമല്ലാണ്ട് ഞാൻ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇറ്റ്സ് ഓക്കെ സാധനം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ.
അപ്പം ഓക്കെ നല്ല സാധനം നല്ലതാണ്, ഭയങ്കര നല്ല പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഈ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ കൊള്ളാം. വൈറ്റമിൻ സി ഇത് ഭയങ്കര നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഗാർണിയറിന്റെ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കരുത്. നമ്മൾ മിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ എൻ്റെ അമ്മയെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ദ വേഴ്സ്റ്റ് വൈറ്റമിൻ സി സിറം ഐ ഹാവ് എവർ യൂസ്ഡ്. കാരണം ഹൈ ഫ്രീഗ്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ പൊട്ടിക്കുന്നത് നല്ല മണമാണ്. ദാറ്റ് ഇസ് ലൈക്ക് നോ സൈൻ, റെഡ് ഫ്ലാഗ് ആണ്. പിന്നീടെന്ന് പറയുന്നത് അത് ബെറ്റാഡിൻ ടെസ്റ്റ് പാസ്സായിട്ടില്ല. തിക്ക് ഫോർമുലയാണ്, ലൈറ്റ് ഫോർമുല എന്ന് പറയുന്നത് നല്ല തിക്കാണ്. രണ്ടെന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ. സോ ദിസ് ഇസ് ഗുഡ് ടു ഗോ. ഞാൻ ഈ സാധനം കാണിച്ചു വലിയെന്ന് എനിക്ക് അറിഞ്ഞോടാ. ഇത് വിഷ് കെയറിന്റെ നയസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. നമ്മൾ ഇൻസ്റ്റ തുറക്കുമ്പോൾ തൊട്ട് ഇതിന്റെ വീഡിയോസ് ആയിരുന്നു. കാരണം ദിസ് മേ ബി ദ ലൈക്ക് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഇതായിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള. കാരണം ഇപ്പൊ മനസ്സിലാവും, ഇതൊരു സൺസ്ക്രീൻ ആണ്. പാല് കലക്കിയതുപോലില്ലേ, ഇത് പാലിന് പോലെക്കാൾ തിക്നെസ് ഉണ്ട്. കാരണം അത്രയും ലൈറ്റ് ആയിട്ട് കണ്ടോ, വെള്ളം പോലത്തെ ഒരു സൺസ്ക്രീൻ ആണ്, ലിറ്ററൽ വെള്ളം പോലത്തെ. അപ്പൊ ഇതിന്റെ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. കാരണം നയസിനമൈഡ് ഉള്ളതുകൊണ്ട് ഓയിൽ ബാലൻസ് ചെയ്യും. SPF 50 ആണ്. PF4+ ബോഡ് സ്പെക്ട്രം ബാലൻസസ് ഓയിൽ ആൻഡ് പ്രൊട്ടക്ട്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇത് നമ്മുടെ ഡോട്ട് & കീയുടെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. ഡിറ്റോ രൂപം, ലൈക് സോ സിമിലർ. ഇതൊരു ഇത്രയും വെള്ളം പോലും ഇല്ലെന്നേ ഉള്ളൂ. ബട്ട് ഇത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാ വീഡിയോസിനും കാണിക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര വെള്ളം പോലെയാണ്. മാറ്റ് ഫിനിഷ്, ലൈറ്റ് ആൻഡ് മാറ്റ് എന്ന് അതിനകത്ത് പറയുന്നത്. മാറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മാറ്റ് അല്ല, ചെറിയൊരു ഗ്ലോസി ഫിനിഷ് തരുന്നുണ്ട്. ഭയങ്കര എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ചിലപ്പോൾ ഇത്തിരി ഓയിലി ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലാതെ ഉള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. എക്സ്ട്രീം ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഞാൻ പറയില്ല. ബാക്കി ഒരു നോർമൽ കോമ്പിനേഷൻ അങ്ങനത്തെ ഉള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഓയിലി സ്കിൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഗോ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നിന് ഞാൻ അത്ര പറയില്ല. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഉള്ളൊരു ഓൾട്ടർനേറ്റീവ്, നിങ്ങൾക്ക് ഇത്രയും ലൈറ്റ് ഉള്ള സൺസ്ക്രീൻ നമുക്ക് വേണ്ട. പിന്നെയുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഡോട്ട് & കീയുടെ തന്നെ ഈ വൈറ്റമിൻ സി സൺസ്ക്രീൻ നിങ്ങൾക്ക് കോമ്പിനേഷൻ ഒരു നോർമൽ സ്കിന്നൊക്കെ പറ്റും. ഡോട്ട് & കീയുടെ തന്നെ ഇതേ ഫോർമുലേഷന് വരുന്ന വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ഓയിലി സ്കിൻ സൂപ്പറാണ്. അതുപോലെ അങ്ങനത്തെ ഉള്ള വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇത് കുഴപ്പമില്ല, ബട്ട് അങ്ങനെ വേസ്റ്റ് ചെയ്തല്ല, അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. പിന്നീടെന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ അടുത്ത ഒരു ഇത് ഫേസ് ഷോപ്പിന്റെ ട്രൈസെറമൈൻ മോയ്സ്ചറൈസർ ആണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് മുന്നേ മേടിച്ചാണ്. ഏറെക്കുറെ തീരാറായിട്ട് എനിക്ക് തീർക്കാനൊരു സങ്കടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ തീർക്കാതെ വെച്ചിരുന്നായിരുന്നു. സാധനം ഭയങ്കര നല്ലതാണ്. ഓയിലി സ്കിന്നിന് മാത്രമേ ഇത് ഒക്കത്തില്ല, ബാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സൂപ്പർ സാധനം കേട്ടോ. പറയുമ്പം സൂപ്പർ സാധനം. വേറെ നല്ല എന്താ പറയാ, ഒരു ഇതിനകത്ത് വല്ല ഉണ്ടോടെ ഉണ്ട് ആണോ, ഒരു മിൽക്കി ക്രീമി ടെക്സ്ചറാണ്. പെട്ടെന്ന് അങ്ങനെ സൂപ്പർ, ഒരുപാട് ഇങ്ങനെ തിക്കോ ഒന്നുമല്ല, ഭയങ്കര ലൈറ്റ് ക്രീമി മിൽക്കി ടെക്സ്ചറുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാധനം. ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി. എനിക്കത് അന്നും ഇന്നും എന്നും പറയാനുള്ളത്. പക്ഷെ ഓയിലി സ്കിൻ ഡോണ്ട് ഗോ ത്രൂ. ഓയിലി സ്കിൻ ഉള്ളവർക്ക് അത്ര പറ്റില്ല. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടം ഉള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നീട് പറയുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഡീകൺസ്ട്രക്റ്റിന്റെ 2 സൺസ്ക്രീൻ ഉണ്ട്. ഒന്ന് ഈ ഒരു ബ്രൈറ്റനിങ് സൺസ്ക്രീൻ, ഇതാണ് എനിക്കിഷ്ടമുള്ള സാധനം. ഇത് ഇവരുടെ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾക്ക് ഇടുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് എഫക്റ്റ് തോന്നും. ഒരു ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഒരുപാട് വെള്ളമൊന്നുമല്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. SPF 50+ PA4+ ആണ് സംഭവം. MRP ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഈ സാധനം അത്യാവശ്യം നല്ലതാണ്. ഇതിന്റെ എന്താ പറയാ, ഒരു കൊള്ളാം. നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പറ്റും. കോമ്പിനേഷൻ സ്കിന്നും അത്ര കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓയിലി സ്കിന്ന് ഞാൻ പറയില്ല. ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. സംഭവം ഒരു ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ്. സംഭവം പറയുന്ന പോലെ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ്. സാധനം കൊള്ളാം. പിന്നീടെന്ന് പറയുന്നത് ഇവരുടെ, എനിക്ക് തോന്നുന്നു കുറെ പേര് മേടിച്ചിട്ടുള്ള ഈ ഒരു സാധനമായിരിക്കും, ഡോട്ട് & കീയുടെ ജെൽ സൺസ്ക്രീൻ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. SPF 55 ആണ്. PA3+ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഇത് ഡെഫിനറ്റ്ലി ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു സാധനമാണ്. കാരണം ഇതൊരു
എന്താ പറയാ, ഒരു സ്ലൈറ്റ്ലി തിക്കാണ്, അങ്ങനെ തിക്കൊന്നുമല്ല, ഒരു ജെൽ പോലെയാണ്. വൈറ്റ്, ഇത് രണ്ടും ആണെങ്കിലും വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല കേട്ടോ. ഈ പറഞ്ഞ ഒരു സൺസ്ക്രീനും വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. പിന്നെ ഇതെന്ന് പറയുമ്പോഴും പെട്ടെന്ന് ബ്ലെൻഡ് ആവും, ഒരു മാറ്റിഫൈങ് എഫക്റ്റ് തരുന്നുണ്ട്. കണ്ടോ, മോയ്സ്ചറൈസിങ് ആണ്, ബട്ട് ഒരു മാറ്റ് സൺസ്ക്രീൻ പോലെ ഉണ്ട്. ഗുഡ്, ഡെഫിനറ്റ്ലി ഗുഡ്. കാരണം ഓയിലി ഒന്നുമല്ല, പ്രിവെന്റ് ടാനിങ് ആൻഡ് സൺ റിലേറ്റഡ് ഏജിങ്. അത് എല്ലാ സൺസ്ക്രീനും ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ ഒരു ഓവറോൾ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണിത്. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, ചേച്ചി 15 വയസ്സുള്ളവർക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു 14 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് എലമെന്റ് തന്നെ കിഡ്സ് സൺസ്ക്രീൻ അതൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 15 വയസ്സിനൊക്കെ എബോ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലത്തുള്ള സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കാൻ ഞാൻ അത്ര പറയുള്ളൂ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ അധികം പേര് കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയാം. അത്യാവശ്യം സ്കിൻ കെയറിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പരസ്യമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു ഡിസ്ഇൻഫെക്റ്റീവ് സ്പ്രേ ആണ് മുഖത്തിന് വേണ്ടിയുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, സിവിയർ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഈ സാധനം മനസ്സിലാവും. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈലറോണിക് ആസിഡുമാണ്. അതായത് നമ്മൾ അവിടെ ഇവിടെ തൊട്ട് മുഖത്ത് വിടുമ്പോൾ അതിൻ്റെ ബാക്ടീരിയ കുരു വരും. അപ്പം ഇത് മുഖത്തുള്ള പന്ന ബാക്ടീരിയ എല്ലാം നശിപ്പിക്കും. അപ്പം നമ്മൾ എസ്പെഷ്യലി ജിമ്മിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഇത് ഒരു ഗോ ടു സാധനമാണ്. നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നല്ലതാണ്. അതുപോലൊരു നമുക്കൊരു ഗ്ലോയി സ്കിൻ കിട്ടുന്ന പോലെ തോന്നും, ബിക്കോസ് ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി വർത്ത മണി. കാരണം ഇത് ഞാൻ കുറെ നാളെടുത്ത് മേടിച്ച സാധനമാണ്, എനിക്ക് അത്രയും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഇത് ഞാൻ ഒരിക്കലും കൈവിടില്ല. പക്ഷേ പ്രൈസ് 800 രൂപയാണ്, 799 രൂപയാണ്. അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും കൊള്ളാം. ഈവൻ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ബട്ട് 800 രൂപ ഇത്തിരി കൂടുതലല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പിന്നെ ഒരു സാധനം ഞാൻ എടുത്തോണ്ട് വരാൻ മറന്നുപോയിരുന്നു. കിട്ടി ഗൈസ്, സാധനം കിട്ടി. ഇതെന്ന് പറയുന്നത് പോൺസിന്റെ ഗ്ലൂട്ടാൻ നയാസിനമൈഡ് എന്ന് പറഞ്ഞ സിറമാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് അഫോർഡബിൾ സീറംസ് എവർ. കാരണം നമ്മൾക്ക് മിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു സാധനം കിട്ടും. പിന്നീട് എന്ന് പറയുമ്പോൾ ഇതിന്റെ കൊച്ചു ബോട്ടിൽ, അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചു ബോട്ടിൽ എന്ന് പറയുന്നത് 147 രൂപയുണ്ടായിരുന്നുള്ളൂ ഈ കൊച്ചു ബോട്ടിൽ. ഇതിന് 314 രൂപയാണ് ഈ വലിയ ബോട്ടിലിന്. ഇതിന് നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഓയിൽ കൺട്രോൾ ചെയ്യാൻ, പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ, ഫേസ് ബ്രൈറ്റ് ആക്കാൻ, ഇങ്ങനത്തെയുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സിറം, ഒരു ഗ്ലൂട്ടാതയോൺ സിറത്തിന് ഇത്രയും അഫോർഡബിൾ റേറ്റ് വരുന്നത് ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി. ഒറ്റ സിറം യൂസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ബിഗിനർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു 5% ഒക്കെ നയാസിനമൈഡ് സിറം യൂസ് ചെയ്ത് ഒക്കെ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടൊക്കെ മാത്രം ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ നല്ല സാധനമാണ്. പിന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാൻ നോക്കാം ഏത് സിറം ഉപയോഗിച്ചതിന് ശേഷം. ദാറ്റ് ഇസ് എ മസ്റ്റ്. അപ്പം ഇത് സൂപ്പർ സാധനമാണ്. അപ്പം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യാത്തൊരു സാധനമാണ്. മെയിൻ സാധനം, അട്രാക്ട് ചെയ്യുന്ന സാധനം, അഫോർഡബിൾ പ്രൈസ് റേഞ്ച്, അതാണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ നമ്മൾ ഏറെക്കുറെ എല്ലാം തീർന്നു തോന്നുന്നു. ഞാൻ എല്ലാം കാണിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാ കമന്റ് ബോക്സിൽ. നമുക്ക് പൈസ കിട്ടുമ്പോൾ മേടിക്കാം. ഓക്കെ, ബൈ.